നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുണ്ട്. അത് ചെറുതായിട്ടും വലുതായിട്ടും ട്ടോ. നമ്മൾക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മുട്ടുസൂചി മുതൽ അല്ലെങ്കിൽ അതിലും ചെറുതുണ്ടെങ്കിൽ അത് മുതൽ എന്തിന് പറഞ്ഞാൽ നമ്മളെ ബട്ടൺസ് പോലും. അപ്പം അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാക്കും. നമുക്കൊക്കെ അത് കയ്യിൽ കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ രൂ. 2 ഒക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ മേടിക്കുന്നുണ്ടാവുക. പക്ഷേ അതൊക്കെ നമുക്കപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കാനെടുക്കുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു മാനുഫാക്ചറിങ് സ്റ്റൈലും അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചിന്തിക്കാറില്ല. പല സംഭവങ്ങളും നമ്മൾക്കത് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്നത്. പക്ഷെ ഇവിടെ ഞാനിന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു നമ്മുടെ റമ്മിയൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന നമ്മളെ പ്ലേ കാർഡ്സ് അല്ലെങ്കിൽ ചീട്ട്, ഈ സംഭവം ഉണ്ടാക്കുന്ന അതിൻ്റെ കമ്പനിയിലുള്ള ഒരു വിഷ്വൽസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനെടുക്കുന്ന അതിൻ്റെ ഒരു പ്രോസസ്സിങ് സ്റ്റൈലും പ്രോസസ്സിങ് രീതികളും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, ഭയങ്കര അത്ഭുതം തോന്നും സംഭവങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ മിഷനറി സെറ്റപ്പും അതിൻ്റെ കട്ടിങ് സ്റ്റൈലും എല്ലതും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കളർ കൊടുക്കുന്നത് പോലും നമ്മൾക്ക് കാണുമ്പോൾ അത് ഭയങ്കര സംഭവമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ എന്തിനാണ് ആ കളർ കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടില്ല. പക്ഷേ നമുക്കറിയാം കാർഡ്സിലൊക്കെ അതിൽ ലെറ്ററുകളും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അക്കങ്ങൾ എഴുതുന്നതും അതിൻ്റെ ചിഹ്നങ്ങൾ വരയ്ക്കുന്നതും അതിലൊക്കെ ഒരേ കളറാണ് നമുക്ക് കണ്ടിട്ടുണ്ട്. ബ്ലാക്ക്, റെഡ്, അങ്ങനെ പല കളറിലാണ്, മഞ്ഞ ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല കളറിലും മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കളറൊക്കെ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ കാർഡ്സിനുള്ള പേപ്പർ കട്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ പേപ്പർ കുറച്ച് നല്ല കനത്തിലുള്ള പേപ്പറാണ്. ഒരു ഫൈബർ കോട്ടിങ് പോലെ, ഫൈബറാണ് മിക്സിങ് ഉള്ളത് തന്നെയാണ്. അതൊരു ഫൈബർ പോലെ നല്ല കട്ടിയുള്ള പേപ്പറാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിടിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആ കാർഡ് പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത് കൂടുതൽ ഇതുപോലെ കളിക്കാനും റമ്മി കളിക്കാനും സംഭവങ്ങളിലെ ക്ലബ്ബുകളിലും അതുപോലെ നാട്ടുപുറത്തൊക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ പേപ്പർ കട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നവർ. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കിയ പേപ്പർ കട്ട് ചെയ്തെടുത്തു. അതിൽ കണ്ടില്ലേ, അപ്പോൾ റെഡ്, അതിൽ യെല്ലോ വന്നിട്ടുണ്ട്, റെഡ് വന്നിട്ടുണ്ട്, ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിലേക്കൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളറുകളാണ് നേരത്തെ നമ്മളെ കണ്ടത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് വിട്ട് അതിൻ്റെ ഷീറ്റുകളായിട്ട്, വലിയ വലിയ ഷീറ്റുകളായിട്ട് അത് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രിൻറ്റിങ് കഴിഞ്ഞിട്ട് അതിങ്ങനെ കട്ടിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അതിനെ കാർഡ്സിൻ്റെ സെപ്പറേറ്റ് ഓരോരോ കാർഡ്സാക്കി ഇനി കട്ട് ചെയ്യും അത്. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഇവിടെയൊക്കെ അത് അതിൻ്റെ കളറും സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ പോയി അത് ഫുൾ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. ഇതിലൊന്നും ഒരു മാനുവൽ ടച്ച് ഒന്നിലും കാണുന്നില്ല. മാനുവൽ ടച്ച് കാണുന്നത് ആകെ അതിലേക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് പ്രിൻറ്റിങ് കഴിഞ്ഞ് അതിൻ്റെ ഫുൾ പ്രിൻറ്റ് ചെയ്തിട്ട് അത് പുറത്തേക്ക് എത്തി. ചെക്ക് ചെയ്യണം, അത് മാനുവൽ ചെക്ക് ചെയ്യണം. അതിന് എന്തെങ്കിലും പ്രിൻറ്റിങ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനുവൽ ചെക്കപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ. അത് കഴിഞ്ഞത് ജസ്റ്റ് കട്ടിങ്ങിലേക്ക് വിടുകയാണ് കേട്ടോ. അത് എന്തല്ലേ ഭയങ്കര പ്രോസസ്സിങ് രീതിയാണ്. നമ്മൾ പല സംഭവങ്ങളും നമ്മളിങ്ങനെ തന്നെയാണ്. നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ നമ്മൾ ചെറിയ പൈസ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് വാങ്ങിയിരിക്കും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹാർഡ് വർക്കോ സംഭവങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറും മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ അതിൽ കണ്ടില്ല, നമ്മൾ ആ ഒരു ലെറ്ററും ഇതൊക്കെ കൊടുത്തുള്ള റെഡും യെല്ലോയും ബ്ലാക്കൊക്കെ. ഇപ്പോൾ അത് കട്ടിങ്ങിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കേണ്ട, കട്ട് ചെയ്തിട്ട് എന്തല്ല ഭയങ്കര ഒരു പ്രോസസ്സിങ് രീതി. വലിയ പ്ലാന്റുകളിലാണ് ഇതൊക്കെ നടക്കുന്നതെന്നുള്ളത് കേട്ടോ. വെച്ചാൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റുകളാണ് ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ പ്ലാന്റുകൾ, ഏക്കർ കണക്കിന് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള വലിയ പ്ലാന്റുകളിലാണ് ഇങ്ങനത്തെ വലിയ വലിയ ഓട്ടോമാറ്റിക് മെഷീനറീസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അത് ചീട്ടുകൾ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടിങ് കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കണം കേട്ടോ. സംഭവം കട്ട് ചെയ്തിട്ടു കേട്ടോ. എന്തല്ലേ ഭയങ്കരമായിട്ടുള്ള സംഭവം.
ഇപ്പോൾ അത് ഇനി അത് പാക്ക് ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്കാണ് ഇനിയിപ്പോൾ അത് വെക്കുന്നത്. കണ്ടില്ലേ, ചീട്ട് കട്ട് ചെയ്തെടുത്തു. നമുക്കറിയാം ഇതിൻ്റെ പേപ്പർ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ എന്തോ സംഭവം ചെയ്യേണ്ടത്, കാരണം അത് പാക്ക് ചെയ്യണതോ അതിന് പ്രസ് ചെയ്യണതാണ് സംഭവം. അത് കട്ടിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഇതിനെ ശരിക്കും അതിൻ്റെ അടക്കിനെ പ്രസ് ചെയ്ത് വെച്ചേക്കാണ്, ഷേപ്പാക്കണം ഒന്നും കൂടി, ഒന്ന് കംഫർട്ട് സോണിൽ കംഫർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ വേണ്ട സംഭവം. ഇനി അതിൻ്റെ പാക്ക് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് സാധനം റെഡി ആയിട്ടുണ്ട്. എത്ര പേരല്ല അവിടെ വർക്ക് ചെയ്യണത്, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ് വെച്ചിട്ട് പോലും മാനുവലി എത്ര ആളുകളാണ് അവിടെ ലാബേഴ്സ് വർക്ക് ചെയ്യുന്ന നോക്കിയാണ്ടാ. ചീട്ടിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.